നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം നഗരത്തെ ആകമാനം ഭക്തിയിൽ ആറാടിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തത്വമയി ന്യൂസിൻ്റെ പ്രേക്ഷകർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല എന്ന വിഷയത്തിലേക്ക് തന്നെ നമുക്കൊന്ന് കണ്ണോടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആറ്റുകാൽ പൊങ്കാല സംബന്ധിച്ച് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം തിരുവനന്തപുരം നഗരവാസികൾ BJP ഏൽപ്പിച്ചതിന് ശേഷം ആറ്റുകാൽ പൊങ്കാല എന്നുള്ള ഉത്സവത്തിന്, അതായത് ലോകപ്രസിദ്ധമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, അതും സ്ത്രീകൾ തിരുവനന്തപുരം നഗരത്തിൽ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ നിയന്ത്രണം തന്നെ സ്ത്രീകളുടെ കയ്യിലാകുന്ന ഒരു ദിവസം നോക്കി തന്നെ പലയിടങ്ങളിലും ജലവിതരണം മുടക്കുക തുടങ്ങിയ കുൽസിത പ്രവർത്തികൾ എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഹീനമായ പ്രവർത്തികൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവ സംഘടനകളുടെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. അതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം, തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന BJPയുടെ മേൽനോട്ടത്തിൽ ആറ്റുകാൽ പൊങ്കാല ഭംഗിയായി നടന്നില്ല എന്ന് മാത്രമല്ല, നിരവധി പ്രശ്നങ്ങൾ ആ ഉത്സവത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ തന്നെ തിരുവനന്തപുരം നഗരപിതാവായ ശ്രീ VV രാജേഷ് ക്രിയാത്മകമായി രംഗത്തിറങ്ങി, നേരിട്ട് തന്നെ കളത്തിലിറങ്ങി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ കാണുകയും, ഒപ്പം സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകളും എല്ലാം സജീവമായി തന്നെ രംഗത്തുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ. അതിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് സേവാഭാരതിയുടെ കൊടി വെച്ചുകൊണ്ട് ജലവിതരണ ടാങ്കറുകൾ പോകാൻ പാടില്ല, എന്നുള്ള ഷോ ഇറക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വാക്കുകളുമായി മന്ത്രി ശിവൻകുട്ടിയൊക്കെ രംഗത്തിറങ്ങി അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിശദമായ വാർത്തകൾ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഉള്ളിൽ കളികളുണ്ടല്ലോ, ഇതിൻ്റെ പിന്നിലുള്ള കളികൾ. എന്തുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നേരെ ഇത്രയും രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്? അത് കേവലം BJP തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചു എന്നുള്ള വസ്തുത അംഗീകരിക്കാൻ സാധിക്കാത്ത കമ്മികളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഉൾപ്പുകച്ചിൽ മാത്രമാണോ? അല്ല, ആ ഉൾപ്പുകച്ചിലുമുണ്ട്. ഉൾപ്പുകച്ചിൽ ഏറ്റവും പുതിയ കാരണമാണെന്ന് മാത്രം. ആറ്റുകാൽ പൊങ്കാല മാത്രമല്ല, അതിപ്പോൾ ശബരിമല തീർത്ഥാടനമാകട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടാകട്ടെ, എന്തിന് തൃശ്ശൂർ പൂരം ആകട്ടെ, അങ്ങനെ കേരളത്തിലെ ഹൈന്ദവരുടെ ലോകപ്രസിദ്ധമായ ഉത്സവങ്ങളെ എല്ലാം ഏതെങ്കിലും തരത്തിൽ മുടക്കുവാനോ തടുക്കുവാനോ തടയുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കുഴപ്പങ്ങൾ ആ ഉത്സവങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ കാലാകാലങ്ങളായി തന്നെ നടന്നു വരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ സരളമാണ് അതിനുള്ള ഉത്തരം. കാരണം ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ ഹൈന്ദവരുടെ ഒരു സമ്മേളനമാണ്. ഒരു ഉത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സമൂഹം സമ്മേളിക്കുമ്പോൾ ആ സമൂഹം ഒറ്റക്കെട്ടായി പല പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു മനസ്ഥിതി കൈവരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു ഉത്സവങ്ങളോ ഒക്കെ മുടക്കം കൂടാതെ യഥാവിധി നടന്നു പോവുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇടവക അല്ലെങ്കിൽ സൺഡേ സ്കൂൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, മുസ്ലിങ്ങൾക്ക് മദ്രസകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ നോമ്പുകാലം എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ രീതിയിലേക്കുള്ള ഒരു പരിണാമം ഈ ഉത്സവങ്ങൾക്കെല്ലാം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത ഹൈന്ദവർ മുന്നിൽ കണ്ടിട്ടില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും വളരെ മുൻപേ തന്നെ അത് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രമുഖമായ നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന, അതും പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാല പോലെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഉത്സവങ്ങൾക്ക് നേരെ നിരന്തരമായ പരിഹാസങ്ങളും ഇത്തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ച് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന സമയത്ത് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അത് പണം വെട്ടിക്കൽ അല്ലെങ്കിൽ ഇഷ്ടിക എടുത്തുകൊണ്ട് പോകാൻ പാടില്ല തുടങ്ങിയ നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടായിരുന്നു. അതായത് തങ്ങളുടെ മേൽ ഒരുപാട് കരുനിഴൽ വീഴ്ത്താതെ, അത് എന്നിട്ട് തന്നെ എങ്ങനെ വീഴ്ത്താതെ ശ്രമിച്ചിട്ട് തന്നെ ഇല്ലാത്ത നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ബീഫും പൊറോട്ടയും വാങ്ങിച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ മേയർ കുഞ്ഞാവ കാശെഴുതിയെടുത്തിരുന്നു. അത്തരത്തിലുള്ള സംഗതികൾ നടന്നിരുന്നു. എന്നാൽ പോലും ഈ ഉത്സവങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊരു നിരന്തര പ്രക്രിയയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് തീർച്ചയായും ഹൈന്ദവ സമൂഹം ഒരു കാലത്തും ഒന്നിക്കരുത്, അല്ലെങ്കിൽ ഇത്തരം ഉത്സവങ്ങൾ അതിനുള്ളൊരു വേദിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു അടിസ്ഥാന ശിലയോ ആകരുത് എന്നുള്ളൊരു നിർബന്ധം മാത്രമാണ് ഇതിന് പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം. അതിൻ്റെ ഉപോത്ഫലകമായിട്ട് ഇത്തരത്തിലുള്ള പുകച്ചിലുകളും BJP
തിരുവനന്തപുരം നഗരസഭ പിടിച്ചു, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു, അല്ലെങ്കിൽ ജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഉൾപ്പുകച്ചിലുകൾ കാണാം. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന ലക്ഷ്യം ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏകീകരണം തടയുക എന്നുള്ളത് മാത്രമാണ്. ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നൊരല്പം പിന്നോക്കം ചിന്തിച്ച് മഹാമാഘത്തിലേക്ക് നമുക്കൊന്ന് പോകാം. തിരുനാവായയുടെ തീരത്ത്, ഭാരതപ്പുഴയുടെ തീരത്ത് ഇത്രയും വലിയൊരു ഉത്സവം സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ, കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ വിജയകരമായി നടന്നത് ആരെയൊക്കെ അസ്വസ്ഥരാക്കി എന്ന് നാം കണ്ടതാണ്. എന്തിനു പറയുന്നു? സമസ്തയുടെ സമ്മേളനത്തിന് കാന്തപുരത്തിനെ അനുമോദിക്കാനും അഭിനന്ദിക്കാനും കാന്തപുരത്തിൻ്റെ കൈമുത്തുവാനും ഉന്തും തള്ളും നടത്തിയ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മഹാമാഘം എന്നുള്ളൊരു ഉത്സവത്തിന് എന്തെങ്കിലും പിന്തുണ നൽകിയില്ല എന്നുള്ളത് പോകട്ടെ, ഒരു ആശംസ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ടും അത് വിജയകരമായി നടന്നു. അപ്പോൾ ആ അസ്വസ്ഥത കൂടുകയാണ്. അതിൻ്റെയൊക്കെ കൂടി ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ പൊങ്കാലയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികളുടെ ഒരു അടിസ്ഥാന ശില. ആ ഒരു അടിസ്ഥാന ശിലയുടെ മുകളിൽ ഇത്തരം ഉൾപ്പുകച്ചിലുകൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ മിനാരങ്ങളായി ഇരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഏകീകരണം ഹൈന്ദവർക്ക് പാടില്ല എന്നുള്ള വാശി ഇവരുടെ ഉള്ളിലുള്ളത്? ആ ചിന്തയാണ് ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവത്തെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുക. ഭിന്നിപ്പിച്ച് ഭരിക്കുക, അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭിന്നിപ്പിക്കേണ്ടത് ഹൈന്ദവരെ മാത്രമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെയും അത്തരത്തിലുള്ള വാളുകൾ, ആയുധങ്ങൾ അവർ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുക, ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ ദേവിക്കുള്ള, ആറ്റുകാൽ പൊങ്കാലയാണെങ്കിൽ ദേവിയുടെ പ്രീതിക്ക് മാത്രമായിട്ടുള്ളവയല്ല. ദേവിയുടെ ഏറ്റവും സംപ്രീതമായ ഒരു ഭാവം ഉണ്ടാവുക, ഹൈന്ദവർ ഏക മനസ്സോടുകൂടി ദേവിയുടെ മുമ്പിലെത്തുക, ദേവിയെ തൊഴുക, ദേവിയെ ശരണമെന്ന് വിളിക്കുക. ഒപ്പം തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഹൈന്ദവർ ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നൊരു സമൂഹം ദേവിയുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അപ്പോഴായിരിക്കും ദേവി ഏറ്റവും കൂടുതൽ സംപ്രീതയാകുക. അത് ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വസ്തുത ആറ്റുകാൽ പൊങ്കാലയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം ചിന്തിക്കുക, ചിന്തിച്ച് പ്രവർത്തിക്കുക. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. അത് അടിച്ചു മാറ്റി ഇപ്പോൾ പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ചിന്തിക്കുക, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.